ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഗുഡ് ഈവനിങ്. നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ അല്ലെങ്കിൽ നമ്മുടെ MA പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് മുതൽ അങ്ങോട്ട് ഓറിയന്റേഷൻ സെഷൻസിന്റെ ദിവസങ്ങളാണ് നമുക്ക് ലേൺ വൈസിൽ. എല്ലാവരെയും ഒഫീഷ്യലി ലേൺ വൈസിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. വെൽക്കം ടു ലേൺ വൈസ്. സോ നമ്മുടെ 8th സെഷനാണ്, ഓറിയന്റേഷൻ സെഷനിലെ 8th സെഷനാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതാരാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖമാണല്ലോ എന്നൊക്കെ അല്ലെ. അപ്പൊ ഞാൻ എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുനീറ എന്നാണ്. ഇവിടെ ലേൺ വൈസിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അക്കാഡമിക് മെന്റർ ആണ്. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള മേഘ മാം ഉണ്ട്. പിന്നെ അതുപോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജയ്ഷ മാം, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള മാം ആണ് അല്ലെ, ജയ്ഷ മാം ഉണ്ട്. അതേപോലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലുള്ള ഹിബ മാമും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു 8ാമത്തെ ഓറിയന്റേഷൻ സെഷൻ ആണ് ലേൺ വൈസിന്റെ ഇന്നത്തെ ഇവിടെ ഇപ്പൊ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു തീം ഉണ്ട്. നമ്മുടെ ഓറിയന്റേഷൻ സെഷന് നമ്മൾ ഒരു തീമിനോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഡിസ്കവർ, ലേൺ, അച്ചീവ്. അതാണ് നമ്മുടെ തീം. നിങ്ങളൊരു പക്ഷേ നമ്മുടെ പോസ്റ്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇതിൽ. അതായത് നമ്മുടെ ലൈഫിൽ നിങ്ങൾ എല്ലാവരും പലതും അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. പലർക്കും ഒരു PG കിട്ടുക, അല്ലെങ്കിൽ ചിലർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മളൊരു വഴി തിരഞ്ഞെടുക്കുക അല്ലെ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലൂടെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്ന, പല കാര്യങ്ങളും എയിം ചെയ്ത് വന്നിരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ, ഡിസ്കവർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മളെയും നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ലേൺ ആണ് അല്ലെ. ലേണിംഗ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിന്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം തന്നെയാണ് ഇന്ന് ശരിക്കും ഇന്നത്തെ സെഷനിലൂടെ ഇവിടെ സംഭവിക്കുന്നത്. ഇതോടുകൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഇനി അടുത്ത നിങ്ങളുടെ അച്ചീവ്മെന്റിലേക്ക് നിങ്ങളുടെ കൂടെ ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾ എല്ലാവരും ലേൺ ബൈസിന്റെ ഈ ഒരു ഫാമിലി മൊത്തത്തിൽ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഈ ഒരു ഫസ്റ്റത്തെ സെഷനിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു ലേൺ വൈസ് ആൻഡ് വെൽക്കം ടു ദ ഓറിയന്റേഷൻ സെഷൻ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം മെന്ററെ അല്ലെ, മേഘ മാമിനെ കൂടെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലേക്ക്. മേഘ മാം. താങ്ക് യു സുനീറ. സോ കുറെ പേർക്കൊക്കെ എന്നെ അറിയാം. നിങ്ങളുടെ കുറെ പേരുടെ ഒക്കെ ഫസ്റ്റ് സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഞാനായിരുന്നു. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, നിങ്ങൾ ഒരു അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ, പുതിയൊരു അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് ഫണ്ണായിട്ട് റിലാക്സേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ഗെയിം ചെയ്യാൻ റെഡി അല്ലേ? യെസ് മാം. ഓക്കെ, സോ നിങ്ങളുടെ ഫസ്റ്റ് ഗെയിം വരുന്നത്, കുറച്ച് പേര് അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇൻവൈറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ആരെങ്കിലും കുറച്ച് പേര് ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നിങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഗെയിം ആരൊക്കെയാണ് വന്നിട്ട് കളിക്കുക എന്നുള്ളവരൊക്കെ ഒന്ന് മുന്നോട്ട് കടന്നു വരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ, നിങ്ങൾ ഓൺലൈൻ ആണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് പഠിക്കുന്നത്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിചയമൊന്നും ഉണ്ടാവില്ല അല്ലെ. എല്ലാവർക്കും പരിചയമുള്ള ഒരാള് ജയ്ഷ മാം ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ ആയിരിക്കും. പിന്നെ കുറച്ചു പേർക്കൊക്കെ മേഘ മാമിനെ അറിയാം. പക്ഷെ ഈ ഒരു സെഷനിലൂടെ നമ്മുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ നമുക്കുണ്ട്. നമുക്ക് സാധാരണ നമ്മളൊരു ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, പുതിയൊരു കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ് അല്ലെ, നമ്മുടെ കൂടെ പഠിക്കുന്നവരെ പരിചയപ്പെടുക എന്നുള്ളൊരു ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൂടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് എന്നെ ഞാൻ പരിചയപ്പെടുത്തി, സൈക്കോളജിയിലെ ഒരു മെന്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളിൽ ആർക്കൊക്കെ കുറച്ച് പേര് വന്നിട്ട് സ്വയം വന്ന് പരിചയപ്പെടുത്തുക. എനിക്ക് ആരെയും പരിചയമില്ല, അതുകൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് വിളിക്കുന്നില്ല. നിങ്ങൾ തന്നെ സ്വയം വന്ന് പരിചയപ്പെടുത്തുക. നിങ്ങളുടെ പേര്, എവിടുന്നാ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നല്ലതായിരുന്നു അല്ല മേഘ മാം? അതെ അതെ. വന്നോളൂ, ആരും വരുന്നില്ലേ? ആരെങ്കിലും ഒക്കെ ഒരു വാ. എല്ലാരും പരിചയപ്പെടട്ടോ, ആരും മടിച്ചു നിൽക്കൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾ സംസാരിക്കാനുള്ളതാ. അൺമ്യൂട്ട് പരിചയപ്പെടുത്തിയാൽ മതിയോ? ചെയ്തിട്ട് വരാം. ഓ മതി മതി, അൺമ്യൂട്ട് ചെയ്തിട്ട് വരാട്ടോ. എൻ്റെ പേര് അബ്ദുൽ മജീദ്. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്.
എൻ്റെ ഓഫീസിൽ നിന്നിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നാട്ടില് മലപ്പുറം വേങ്ങര. അപ്പോൾ രണ്ടാമതൊന്നുകൂടി ഒരു PG കൂടി, ഇംഗ്ലീഷിലൊരു PG കൂടി ചെയ്യുക എന്ന താല്പര്യത്തിലാണ് ഞാൻ ഉള്ളത്. നിലവിൽ ഒരു PG ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അറബിക് ലിറ്ററേച്ചറിൽ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ PG എന്നുള്ള നിലയ്ക്ക് അതും കൂടി നേരത്തെ പറഞ്ഞ പോലെ ജോലിയിൽ ഗ്രോത്ത് കിട്ടുക എന്ന അർത്ഥത്തിലും അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഫീൽഡിലേക്ക് പോവാം എന്നുള്ള ഒരു ഇന്റൻഷനാണ് എനിക്കുള്ളത്. അപ്പോൾ അത്ര പോരെ? മതി മതി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു PGക്ക് വേണ്ടിയിട്ടാണ്, ഒരു രണ്ടാം അംഗത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ ഇവിടെ. അപ്പോ വിചാരിക്കുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ആരാണ് അടുത്തത് വരുന്നത്? എന്റെ പേര് രഹനാഷ. ഓക്കെ ഓക്കെ, രഹന പറഞ്ഞു. എന്റെ പേര് രഹനാഷ എന്നാണ്. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്, ജേർണലിസം ആണ് എടുത്തത്. പിന്നെ PG ചെയ്യാൻ കാരണം വെച്ചാല് ജോലിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ആയിട്ട് PG എടുക്കാന്ന് വിചാരിച്ചത്. ഞാൻ വരുന്നത് പത്തനാപുരത്തു നിന്നാണ്, കൊല്ലം. ഓക്കെ ഓക്കെ, പത്തനാപുരം അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് അടുത്തത്? സുദർശനൻ ആണോ? താങ്ക് യു മാം. എൻ്റെ പേര് സുദർശൻ ആണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്നു സ്വന്തമായിട്ട്. ഇപ്പോ BCom ഗ്രാജുവേറ്റ് ആണ്. MA ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ലിറ്ററേച്ചർ പഠിക്കണമെന്നൊരു ആഗ്രഹം. പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലൊരു പ്രാവീണ്യം നേടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇഗ്നോയിൽ ചേർന്നത്. ഓക്കെ ഓക്കെ, കൊമേഴ്സ് നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരു ചാട്ടം അല്ലേ? ഇനി ഇതിലൊരു കൈ നോക്കാന്ന് വിചാരിച്ചു. കൊള്ളാം കൊള്ളാം, താങ്ക് യു. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് ആരാണ്? ഇനി ആരാ വരാൻ പോകുന്നത്? ഹലോ, സുനില. ഓക്കെ, സുനില. ഞാൻ സുനില, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ MPhil മ്യൂസിക് ആണ്. അപ്പൊ എനിക്ക് ഒരു MA കൂടി എടുക്കണം എന്നൊരാഗ്രഹം കൊണ്ട് ഇംഗ്ലീഷ് ചേർന്നതാണ്. ഓക്കെ, MPhil എന്താന്ന് പറഞ്ഞത് ക്ലിയർ ആയില്ല. ഞാൻ മ്യൂസിക് കർണാട്ടിക് മ്യൂസിക്. അത് ശരി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി മുന്നോട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? നമുക്കിവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓണത്തിനും ക്രിസ്മസിനും അതുപോലെ വിമൻസ് ഡേക്ക്, മെന്റൽ ഹെൽത്ത്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കലാകാരിയെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി ആരാ? ഒരാളും കൂടെ, എന്നിട്ട് നമുക്ക് മേഘ മാം പറഞ്ഞതുപോലെ ഗെയിമിലേക്ക് പോവാം അല്ലേ മാം? അതെ. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. വെരി ഗുഡ് ഈവനിങ് ആന്റണി. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇപ്പം മാലദ്വീപിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായത്. പഠിച്ചിരുന്നു പണ്ട്, പക്ഷേ പാസ്സായില്ല. പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായി. അതിനുശേഷം ഒരു B.Edഉം എടുത്തു. ഇപ്പൊ അതുകൊണ്ടൊരു MA എടുക്കണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തത്. താങ്ക് യു ഓൾ. ഓക്കെ, അധ്യാപകനാണല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുത്തി തന്ന എല്ലാവർക്കും നന്ദി, വളരെയധികം നന്ദി. അപ്പൊ ഈ ഒരു സ്പിരിറ്റ് തന്നെ എല്ലാവർക്കും നമ്മുടെ സെഷൻ തീരുന്നവരെ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു സ്പിരിറ്റ് ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം അല്ലെ? ഒന്ന് എല്ലാരെയും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം. മെഗാ മാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഗെയിം വരുന്നത് ടങ് ട്വിസ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാലോ ടങ് ട്വിസ്റ്റർ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരും. അതിനകത്ത് കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് ഉണ്ടാവും.
അപ്പൊ ആരെങ്കിലും ഒക്കെ വോളണ്ടിയറിംഗിൽ മുന്നോട്ട് വന്നിട്ട് അതിനെ കുറിച്ചിട്ട് അത് പറയുക, നിങ്ങൾ ട്രൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഒന്ന് മേഘ മാം കാണിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ, ഒരു ട്രയല്. അതെ അതെ. ഓക്കെ ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ? ഓ ഓക്കെ കാണാം കാണാം. ഓക്കെ. ടങ് ട്വിസ്റ്റേഴ്സ്. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് വൺ. അരമുറം താള് ഒരു പുറം പൂള്. ഇതാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ഗെയിം വരുന്നത്. സോ ഞാൻ ഫസ്റ്റ് വൺ ട്രൈ ചെയ്തു. ഇനി നിങ്ങൾക്കാണ് ഇനി വരാൻ പോകുന്ന ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ. ഞാൻ എളുപ്പമുള്ളത് എടുത്തു എന്നൊന്നും നിങ്ങൾ ഇനി പറയരുത് കേട്ടോ. അപ്പൊ ഇനി ആരാണ് മുന്നോട്ട് അടുത്തത് പറയാൻ വേണ്ടി കടന്നു വരുന്നത്? കടന്നു വന്നാലേ ഇത് കാണിച്ചു തരുള്ളൂ കേട്ടോ. ആര് വരും? അരമുറം താള് ഒരു മുറം പൂള്, അരമുറം താള് ഒരു മുറം പൂള്, അരമുറം താള് ഒരു മുറം പൂള്, അരമുറം താള് ഒരു മുറം പൂള്. ഓക്കെ. ആ അടിപൊളി അടിപൊളി. ഇതൊക്കെ എന്ത് എന്നൊക്കെയാ. കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ളത് കൊടുക്കായിരുന്നു അല്ലേ? അതെ. ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നോ? അല്ല, എന്നോടാ ചോദിക്കുന്നത്? അതെ അതെ. അതെ, ഇതൊന്ന് കുറച്ചുകൂടി ട്രൈ ചെയ്യുന്നോ? എളുപ്പമുള്ളതല്ലേ? ചരലുരുളുമ്പോൾ മണലുരുള, മണലുരുളുമ്പോൾ ചരലുരുള. കൊളയുന്നു. ചരലുരുളുമ്പോൾ ശുദ്ധന പോയിരുന്നു. ഇല്ല ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്ക്. ചരലുറുമ്പോൾ മണലുരുളൂല, മണലുരുമ്പോൾ ചരലുരുള, ചരലുറുമ്പോൾ മണലുരുളൂല, മണലുറുമ്പോൾ ചരലുരുള. മതി മതി, കിട്ടൂല. ഓക്കെ ഓക്കെ, നന്നായി. ഇനി വേറെ ആരെങ്കിലും, വേറെ ഒരാളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. വാ, മുന്നോട്ട് വാ. ബാക്കി എല്ലാവരും എവിടെ പോയി? ചരലുരുളുമ്പോൾ മണലുരുളില്ല, മണലുരുളുമ്പോൾ ചരലുരുളില്ല. അതാരാണ്? അതാരാ സ്വകാര്യം പറഞ്ഞ്? സുഹൈലയാണെന്ന് തോന്നുന്നു അല്ലേ? ഒന്നുകൂടെ ട്രൈ ചെയ്യോ? ചേട്ടാ പോയോ, ഓടിപ്പോയോ? വേറെ ആരെങ്കിലും ഇത് ഏറ്റെടുക്കാൻ ആരും ഇല്ലേ? അബ്ദുൾ മജീദിനെ ചലഞ്ച് ചെയ്യാൻ പറ്റിയ ആരും ഇല്ലേ? ഓക്കെ, എന്നാ അടുത്ത് കാണിച്ചു നോക്കാം അല്ലേ മാം? ഓക്കെ, അടുത്തത്. ഇതാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ചെറുപയർ മണി ചെറുത്, ചെറുകിണറ് പട ചെറുത്, 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 ചെറുപയർ മണി ചെറുത്, ചെറുകിണറ് പട ചെറുത്. ആ അടിപൊളി. ഇത്രയേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇത്ര വളരെ വ്യക്തമായിട്ട് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അതെ. ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്, 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 ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ഓക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നല്ല അടുത്ത speed ആരാണാവോ? ഉണ്ടായിരുന്നു. അതെ അതെ, വളരെ സ്പീഡായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് പലരും പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? അതെ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും, തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും, തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും, തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ സില്ലി ആണല്ലോ, എല്ലാവർക്കും സില്ലി ആണല്ലോ. അടുത്ത നോക്കാം അല്ലെ? എന്നാ ആശ കൊണ്ടേ മൂസ തെങ്ങുമേ കേറി,
മടലടർന്നു വീണു മൂസ മലർന്നു വീണു, മടലടുപ്പിലായി മൂസ കിടപ്പിലായി. ആശ കൊണ്ടേ മൂസ തെങ്ങുമേ കയറി, മടലടർന്നു വീണു മൂസ മലർന്നു വീണു, മടലടുപ്പിലായി മൂസ കിടപ്പിലായി. ആശ കൊണ്ടേ മൂസ തെങ്ങുമേ കയറി, മടലടർന്നു വീണു മൂസ മലർന്നു വീണു, മടലടുപ്പിലായി മൂസ കിടപ്പിലായി. നൈസ്. ഓക്കെ ഓക്കെ, കുറച്ച് ലെങ്തി ഉണ്ടായിരുന്നു അല്ലെ? എന്നാലും അത് നല്ല രീതിയിൽ ചെയ്തു. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഉരലുരുളുമ്പോൾ മലർ ഉരുളില്ല, ഉരലുരുളുമ്പോൾ മലർ ഉരുളില്ല, ഉരലുരുളുമ്പോൾ മലർ ഉരുളില്ല. പോരട്ടെ ഒരു രണ്ടെണ്ണം കൂടെ. ഉരലുരുളുമ്പോൾ മലർ ഉരുളില്ല, 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 ഉരലുരുളുമ്പോൾ മലർ ഉരുളില്ല. അയ്യോ മതി, ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത ഒന്നും കൂടെ നമുക്ക് തസ്ലീമൊക്കെ എന്നെ കൊടുത്തു നോക്കാം. വേഗം അടുത്ത നോക്കിക്കേ. എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു. അതെ അതെ, ഇതും കൂടി ട്രൈ ചെയ്യാം. ഫലിതം പലതും പലരും പറയും, പലതും ഫലിതം പറയും പലരും, ഫലിതം പലതും പലരും പറയും, പലതും ഫലിതം പലരും പറയും പലരും, ഫലിതം പലതും പലരും പറയും, പലതും ഫലിതം പറയും പലരും, ഫലിതം പലതും പലരും പറയും, പലതും ഫലിതം പറയും പലരും. ആഹാ, അപ്പൊ നമ്മൾ വിചാരിച്ചത് കറക്റ്റ് അല്ലെ? എക്സ്പേർട്ട് ആണ്. അതെ അതെ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അയ്യോ, പലരും പറയും ഫലിതം, പലരും പറയും ഫലിതം, പലരും പറയും ഫലിതം പലതും പറയും, പലരും പലതും 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 ഫലിതം. ഓക്കെ ഓക്കെ, താങ്ക് യു തസ്ലീമ. നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ നോക്കാം അല്ലെ? കാരണം നിങ്ങൾ ഇംഗ്ലീഷുകാരാണ്, അതുകൊണ്ടായിരിക്കും പലരും മലയാളം കണ്ടിട്ട് അങ്ങോട്ട് വരാത്തത്. ഇംഗ്ലീഷിലായിരിക്കും കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഓക്കെ, ഏറ്റെടുത്തോളൂ ആരെങ്കിലും. Coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. Give Papa a cup of proper coffee in a copper coffee cup. നൈസ്. അതാരായിരുന്നു പറഞ്ഞേ? സുനില. സുനില. മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഒരുപോലെ പോകുന്നതാണ് സുനില ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെ അതെ. അടുത്തത് പഠിക്കുകയാണ് കേട്ടോ അവിടെ, പഠിക്കുകയാണെന്ന് തോന്നുന്നു. When a doctor doctors a doctor, does the doctor doing the doctoring? Doctor asks the doctor being doctored want to be doctored, or does the doctor doing the doctoring? Doctor asks he want to doctor. When a doctor doctors the doctor, does the doctor doing the doctoring? Doctor asks the doctor being doctored want to be doctored, or does the doctor doing the doctoring? Doctor asks he wants to doctor. When a doctor doctors a doctor, does the doctor doing the doctoring? Doctor asks the doctor being doctored want to be the doctored, or does the doctor doing the doctoring? Doctor asks he wants to doctor. എല്ലാരും ഒന്ന് റിയാക്ട് ചെയ്തേ, ഒരു കയ്യടി കൊണ്ട്. സംഭവമായിരുന്നു നമുക്ക്. ഓക്കെ, തസ്ലീമ ഇത് ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും റിയാക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാട്ടോ. മ്യൂട്ട് ആണെങ്കിലും നമുക്ക് താഴെ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട്. അതെ അതെ അതെ, ഒന്ന് കൈയടിച്ച എല്ലാരും. വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്ന്. When a doctor doctors a doctor, does the doctors doing the doctoring? Doctors ask the doctors be doctored wants to be doctored, or does the doctor doing the doctoring? Doctors as he wants
to doctor. When a doctor a doctor does the doctor's doing the doctoring doctor, as the doctor's being doctored want to be doctored, or does the doctor's doing the doctoring doctor as you want to doctor. When a doctor does the doctor doing the doctoring doctor as the doctor being doctored want to be doctored, or does the doctor doing the doctoring doctor as he want to doctor. When a doctor does the doctor doing the doctoring doctor as a doctor being doctored want to be a doctor, or does the doctor doing the doctoring doctor as he want to doctor. When a doctor does the doctor doing the doctoring doctor as a doctoring being doctored wants to be doctored, or does the doctor doing the doctoring doctor as he want to doctor. ഓ നൈസ് നൈസ്. Wow. ഇതൊക്കെ ഇത് എന്തെന്ന് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ മൊത്തം പോലെയാണ് പൊളിയാണല്ലോ. മുന്നോട്ട് വന്നത്. അതെ അല്ലേ മേഘ, ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തില് പൊളിയാണല്ലോ. ഞങ്ങൾക്കിപ്പോ മനസ്സിലായി ഞങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെ അതെ. ഇനി ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യണോ? ഈ ഒരു ക്വാർട്ടർ ട്രൈ ചെയ്യണോ? ലാസ്റ്റ് കൊണ്ടാണ്. ആർക്കെങ്കിലും ട്രൈ ചെയ്യണോ? When a doctor doctors a doctor, does the doctor doing the doctoring doctor as the doctor being doctored wants to be doctored, or does the doctor doing the doctoring doctor as he wants to doctor. When a doctor doctors a doctor, does the doctor doing the doctoring doctor as the doctor being doctored wants to be doctored, or does the doctor doing the doctoring doctor as he wants to doctor. When a doctor doctors a doctor, does the doctor doing the doctoring doctor as the doctor being doctored want to be doctored, and does the doctor doing the doctoring doctor as he wants to doctor. When a doctor doctors is a doctor, does the doctor doing the doctoring doctor as the doctor being doctored wants to be doctored, or does the doctor doing the doctoring doctor as he wants to doctor. നൈസ്. ഓക്കെ, താങ്ക് യു. അതാരായിരുന്നു പറഞ്ഞ? സുനില. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ പരിചയപ്പെടാം അല്ലെ? അതെ, ഓക്കെ, ഇനിയും ബാക്കിയുണ്ടല്ലോ. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാം, കുറച്ചുപേരെ പരിചയപ്പെടാൻ നോക്കാം. അപ്പോ ഇത് നേരത്തെ പറയാത്ത ആൾക്കാർ മുന്നോട്ട് വരൂ. എന്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. എനിക്ക് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. എനിക്ക് ലിറ്ററേച്ചർ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അത്യാവശ്യം വലിയ തോതിൽ ചെറുതായിട്ടൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് അതുകൊണ്ട് ഒരു PG ഇംഗ്ലീഷിൽ എത്താൻ കൊള്ളാന്നൊരു താല്പര്യമുണ്ട്. അത്യാവശ്യം എഴുതി ഉണ്ട്. അങ്ങനെ എവിടെയാണ് വീട്? എവിടെയാണ് നിഖിൽ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ എഴുത്തും സാഹിത്യവും ലിറ്ററേച്ചറും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണല്ലേ? കുറച്ചൊക്കെ, അങ്ങനെ ഭയങ്കര ഒന്നും ചെറുതായിട്ട്. ഓക്കെ ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇനി അടുത്ത ആരാണ്? എന്റെ പേര് സന്ധ്യ. സന്ധ്യ. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. പക്ഷെ ഇംഗ്ലീഷ് അല്ല എന്റെ സബ്ജക്ട്, കൊമേഴ്സ് ആണ്. പക്ഷെ ഇംഗ്ലീഷ് ആണ് എനിക്ക് ഇതുവരെ എല്ലായിടത്തും കിട്ടിയത്. അങ്ങനെ ഇംഗ്ലീഷിനോട് ഒരു പാഷൻ വന്നു. അപ്പൊ ഒന്ന് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തേക്കാന്ന് വെച്ചു. ദാറ്റ് വിൽ ഹെൽപ്പ് മീ ഇൻ ഫ്യൂച്ചർ. അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പൊ വിചാരിച്ചതുപോലെയൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. സോ നെക്സ്റ്റ് എവിടെ പോയി? ഗെയിമിൽ വന്ന ആൾക്കാരെയൊക്കെ കാണാനില്ലല്ലോ. തസ്ലീമ, ഓക്കെ, വന്നിട്ടുണ്ട്. മ്യൂട്ടാണ് കേട്ടോ തസ്ലീമ മ്യൂട്ടാണ്. എന്റെ പേര് തസ്ലീമ. എന്നെ കല്യാണം കഴിച്ചത് അതളൂര് ചമ്രവട്ടം, മലപ്പുറം ജില്ലയിൽ തന്നെ അതളൂര് ചമ്രവട്ടം പാലം, തവനൂര് എന്നൊക്കെ പറയും. എന്റെ വീട് താനൂരാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് 6 വർഷമായി. PG പഠിക്കണമെന്ന് കുറെ കാലം ആയിട്ടുള്ള ആഗ്രഹമാണ്, പക്ഷെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് നടക്കുന്നത്. PG പഠിക്കണം, എവിടെങ്കിലൊക്കെ എത്തണം എന്ന് ആഗ്രഹമുണ്ട്. എവിടെങ്കിലൊക്കെ എത്തും. അതിനുള്ള ഫുൾ സപ്പോർട്ട്. ലേണേഴ്സ് ചൂസ് ചെയ്തത്. PG എന്തായാലും
സെൽഫ് ലേണിംഗ് ആണെങ്കിലും പക്ഷെ PG ഒറ്റയ്ക്ക് നടക്കൂല. അതുകൊണ്ട് നല്ലൊരു ഇതന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എത്തും തന്നെ വിചാരിക്കുന്നുണ്ട് അച്ചീവ് ചെയ്യുന്നത് ലേൺ വോയ്സിന്റെ തീർച്ചയായും. സഹായത്തോടു കൂടി. ഓക്കെ, തീർച്ചയായും ലേൺ വൈസിന്റെ സഹായം ഉണ്ടാവും. ഓക്കെ, അടുത്ത ആരാണ്? റജില. എന്റെ പേര് റജില. കറണ്ട് ഇല്ല, അതുകൊണ്ട് മുന്നോട്ട് വരാഞ്ഞത്. നല്ല മഴ ആയതുകൊണ്ട് എന്തോ എനിക്ക് കറണ്ട് ഇല്ല വീട്ടില്. പിന്നെ ഞാൻ BA ഓക്കെ 2020 പാസ് ആയതാണ്. കാലിക്കറ്റ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി ആരാ ഒരാളും കൂടെ, എന്നിട്ട് നമുക്ക് വേഗം അടുത്ത ഗെയിമിലേക്ക് പോവാം അല്ലേ മാം? അതെ. ഹലോ. രാധിക. ഓക്കെ. ഹലോ, ഞാൻ രാധിക. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. അപ്പൊ ഞാൻ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് പഠിച്ചത്. അപ്പോ അത് 2022 പാസ് ഔട്ട് ആണ്. പിന്നെ ഇപ്പോ ഇതിന് PG ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ജോലിയും അതും കൂടെ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു രാധിക. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഗെയിമിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സെറ്റ് ഗെയിം നമുക്ക് നോക്കാം. സോ ഈ ഗെയിമിന്റെ പേര് വരുന്നത് അംബാനെ എന്നാണ്. സോ ഇത് മെയിൻ ആയിട്ട് നിങ്ങൾക്കൊരു ഓഡിയോ പ്ലേ ചെയ്യും ആദ്യം. അപ്പൊ ആ ഓഡിയോ പ്ലേ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൂവിയിലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കും, ഒരു BGM ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഏത് മൂവി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഈ ഗെയിം വരുന്നത് കേട്ടോ. എല്ലാരും ഒന്ന് പെട്ടെന്ന് എല്ലാരും ആർക്കാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് അവരാണ് വിന്നർ കേട്ടോ. അങ്ങനെയാണ്, പെട്ടെന്ന് പറയുന്നവർക്ക് പെട്ടെന്ന്. Sagar Elias Jackson. In the shadi. Let's party. Let's party in the shadi. നിങ്ങൾക്കറിയാം, എനിക്കറിയാം നിങ്ങൾക്കറിയാതെ. എല്ലാരും മ്യൂട്ടാണെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. 90s കിഡ്സ് ചോട്ടാ മുംബൈ അല്ല. ചോട്ടാ മുംബൈയോ? ഇവിടെ 90s ഒക്കെ ഇല്ലേ? 20-ാം നൂറ്റാണ്ട്. അടിപൊളി. അതാരാണ്? സാംസങ് ആണോ പറഞ്ഞത്? ആ പേരൊന്ന് മാറ്റി സാംസങ്ങിന്റെ പേരൊന്ന് ശരിയാക്കിയിടൂ കേട്ടോ, റീനെയിം ചെയ്തിടൂ കേട്ടോ. പേരെന്താ ഒന്ന് പറഞ്ഞേ, പേരെന്താണ്? റഷീദ. ഓക്കെ. സോ റഷീദ പറഞ്ഞ ആൻസർ ശരിയാണോ നോക്കാട്ടോ. നിങ്ങൾക്ക് അറിയാതെ എനിക്കറിയാം, എന്നാലും ശരിയാണ്, ആൻസർ ശരിയാണ്. നെക്സ്റ്റ് നമുക്ക് പോവാം. എല്ലാരും റെഡി ആയിട്ട് പറയണം, പെട്ടെന്ന് പറയണം. എല്ലാരും റെഡി ആയിട്ടിരുന്നോളൂ. ആണോ? ആണോ? ലോക്ക് ചെയ്യട്ടെ? വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും? വേറെ ആരെങ്കിലും നെക്സ്റ്റ് ആരെങ്കിലും പറയാനുണ്ടോ? ഇതല്ലാതെ വേറെ ആർക്കെങ്കിലും വേറെ സിനിമന്റെ പേര്? അശ്വതി. അർത്ഥമല്ല കേട്ടോ, മീശമാധവൻ തന്നെയാ കേട്ടോ. നമുക്ക് അടുത്ത നോക്കാം. എല്ലാരും റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. കൊറേ പേര് പറയുന്നുണ്ട് അല്ലാതെ വേറെ ആർക്കെങ്കിലും
വേറെ മിന്നാരാണോ? ഓപ്ഷൻസ് മിന്നാരം അല്ലാത്ത ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? മിന്നാന മിന്നാർ മിന്നാർ നോ നോ. ഓക്കെ വേറെ എന്തെങ്കിലുമൊക്കെ അപ്പൊ പറ. നോക്കാം. Correct. പിന്നെ ആർക്കും ഒരു സംശയവും ഇല്ല അല്ലെ? ഒന്നും വരാൻ ചാൻസ് ഇല്ല അതിലൊന്നും. ഒന്നും ഇല്ലല്ലോ അല്ലെ അമ്പാനെ? ഓക്കെ നെക്സ്റ്റ്. കിലുക്കം. ഉറപ്പിക്കാവോ? വേറെ എന്തെങ്കിലും? കിലുക്കല്ല അല്ല കിലുക്കല്ല. പിന്നെ കിലുക്കല്ലാന്ന് പറയുന്നുണ്ട് തസ്ലീമ. അപ്പൊ പറഞ്ഞോളൂ. കിലുക്കല്ല എന്തായാലും. കിലുക്കല്ല, വേറെ ഏതാ? കിലുക്കല്ല എന്തായാലും, അത് ഉറപ്പാ. അപ്പൊ ഏതാ? അറിയണതാണ്, ഉർവശിന്റെതാണ്. പക്ഷേ മിഥുനം മിഥുനം മിഥുനം. ഓക്കെ, കിലുക്കം മിഥുനം. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എന്താന്നല്ലേ. കിലുക്കം ഉർവശിന്റെ അല്ല കേട്ടോ, രേവതിന്റെ ആണ് കേട്ടോ. കിലുക്കം തന്നെയാണത്. കിലുക്കം നമ്മുടെ ക്ലാസിക് ആണ്. കിലുക്കം. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്തതിൽ പിടിക്കാം, കുഴപ്പമില്ല. അതെ. നെക്സ്റ്റ്. ആൻസറിന്റെ എഴുതത്തോടി. പിന്നെ ആരും അങ്ങനെ മറക്കാൻ വഴിയില്ല അല്ലെ? മലയാളികളായിട്ടുള്ള ആരും മറക്കാൻ വഴിയില്ലാത്ത ഒരു മ്യൂസിക് ആയിരിക്കും. വളരെ എളുപ്പമായി പോയി അല്ലേ? ഓക്കെ, എന്തായാലും നോക്കാം ആൻസർ. അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തസ്ലീമ ഡീൽ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കേട്ടോ. ഓക്കെ, രണ്ടുപേര് പറയുന്നത് ഉറപ്പാണോ? തസ്ലീമൊക്കെ അവിടെ ആരോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് തോന്നല്ലോ. കുട്ടികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ലൈഫ് ലൈൻ ഒക്കെ എടുത്തിട്ടാണോ ഇരിക്കുന്നത് തസ്ലീമ? അടുത്ത് തന്നെ വെച്ചിട്ടാന്ന് തോന്നിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ KGF. ഇനി അടുത്ത് ഇതിലിപ്പോ ഒന്ന് പൊന്തി ഇപ്പോഴാണ് നമ്മുടെ റേഞ്ചിൽ വന്നതൊക്കെ. കമ്മീഷണർ. വേറെ ഏതെങ്കിലും ആൻസേഴ്സ് പറയാനുണ്ടോ? സേതുരാമൻ. CBI. ഓക്കെ, നേരറിയാൻ CBI. നോക്കാം. കമ്മീഷണർ. CBI ചെറിയ മാറ്റമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ മാറിപ്പോല്ലേ. അതുപോലത്തെ ഒരു സാധ്യത. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തോ.
എന്താ പറയുന്ന എല്ലാരും എന്തോ തട്ടത്തിൻ മറയത്താണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അഡാർ ലവ് കുറച്ച് പേര് പറയുന്നത്. അഡാർ ലവ്. ഓക്കെ ഓക്കെ, അഡാർ ലവ്. അപ്പൊ തട്ടത്തി മറയത്ത് തട്ടമാണ് അത്, അഡാർ ലവ് അല്ല. അല്ല അത് ആക്ച്വലി അഡാർ ലവിന്റെ വൈറലായ ഒരു സീനില്ലേ, ആ സീൻ ഈ മ്യൂസിക്കിന് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടാണ് വൈറലായത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തെറ്റിപ്പോയത്. സംഭവം മൂവി തട്ടത്തി മറയത്ത് തന്നെയാണ്. നിങ്ങളെ തെറ്റിക്കാനിരിക്കുന്നതാണല്ലോ ഞങ്ങൾ ഇവിടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. രാജാറാണി. രാജാറാണി. പറയാൻ പറ്റാത്ത ആൾക്കാർക്ക് ടൈപ്പ് ചെയ്തിടാട്ടോ, ചാറ്റിലിടാട്ടോ. ഇത് നമ്മള് തസ്ലീമയ്ക്ക് വേണ്ടി മാത്രം ഇറക്കിയ ഗെയിം പോലെയായി. വേറെ ആരെങ്കിലും പറയൂ. വേറെ ആർക്കൊന്നും പറയാനില്ല നമ്മുടെ മ്യൂസിക് കേട്ടിട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. രാജാറാണി കറക്റ്റാണ്, രാജാറാണിയാണ്. വേറെന്തോ ഭാഷയിലാന്ന് തോന്നുന്നു അവിടെ എഴുതി വെച്ചിട്ട്. തമിഴാണ്. ഓക്കെ, അപ്പൊ അടുത്തത്. ക്ലാസ്മേറ്റ് ആണ്. ഈ ക്ലാസ്മേറ്റ്സ് ആന്ന് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, ക്ലാസ്മേറ്റ്സ്. തെറ്റിപ്പോവാത്ത കുറച്ച് കാര്യങ്ങളാണ് അല്ലെ ക്ലാസ്മേറ്റ്സ് ഒക്കെ. ഇനി ഒന്ന് നെക്സ്റ്റ് കഴിഞ്ഞോ? വോയിസ് പറയുന്നുണ്ട്. ഓക്കെ, മഞ്ഞുമൽ ബോയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അത് പിന്നെ വലിയ സംശയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം അല്ലെ. നേരറിയാൻ സിബിഐ പോലെ ഉണ്ട്. നേരറിയാൻ സിബിഐ പോലെ ഉണ്ട്. വേറെ ഏതെങ്കിലും? നേരത്തെ ആരൊക്കെ സിബിഐ പോയതുണ്ടായിരുന്നല്ലോ. സിബി സേതുരാമ. ഓക്കെ, സ്വല്പതാവും സിബിഐ അറിയാം. സേതുരാമയ്യർ സിബിഐ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കുറെ പേർക്ക് കിട്ടി, സിബിഐ എന്നുള്ളത് കിട്ടിയില്ലേ? അതെ, നമുക്ക് ലാസ്റ്റ് ഇതാരാ പറയുന്നത്? ആവേശം. ആവേശം, രാധിക. വേറെ ആരാ? വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് നോക്കാം. ആവേശം. ഓക്കെ, ആവേശം. അപ്പൊ എന്തായാലും എല്ലാരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. പലരും
ട്രൈ അതെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്തു. ട്രൈ ചെയ്തവർക്കും കറക്റ്റ് ആൻസർ പറഞ്ഞവർക്കും ഒക്കെ കൺഗ്രാറ്റ്സ്. അതെ സോ ഇനി ആരാണ് നമ്മൾ ബാക്കി പരിചയപ്പെടാൻ വരുന്നത്? കുറെ പേര് ഗെയിമിൽ നല്ല രീതിയിൽ വരുന്നുണ്ട്, പരിചയപ്പെടാൻ വരുന്നില്ലല്ലോ. ഇനി ബാക്കിയുള്ളവർ ആരൊക്കെയാ? സജന. ഓക്കെ. എൻ്റെ പേര് സജന. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്, നീലേശ്വരത്ത്. ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞത്, ലിറ്ററേച്ചർ. ഒരു 6-7 വർഷമായി. ഇപ്പൊ പി ജി ചെയ്യാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഹൗസ് വൈഫാണ്, 2 മക്കളുണ്ട്, ചെറിയ മക്കൾ. ഓക്കെ താങ്ക് ഓക്കെ. ഇനി ആരാ വരുന്നേ? ഹലോ, എൻ്റെ പേര് നെംസിയ. പറഞ്ഞോളൂ നെംസിയ, പറഞ്ഞോളൂ, കേക്കാം. നെംസിയ, ഞാൻ ഡിഗ്രി ഇപ്പൊ ഈ 2024 കഴിഞ്ഞു. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു +2 കഴിഞ്ഞിട്ട്. ഇനി പി ജി ചെയ്യാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. ഓക്കെ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനാണ് രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മി, കേൾക്കാവോ? കേക്കാം. വീഡിയോ ഓൺ ചെയ്യാമോ? വീഡിയോ അതിൽ ഓഫാക്കി വെച്ചിരിക്കുന്നല്ലോ. ഓൺ ഓൺ ആക്കി. ചെയ്യാലോ. ലെഫ്റ്റ് സൈഡിൽ താഴെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓണോ. ലെഫ്റ്റ് സൈഡിൽ കാണാവോ? താഴെ. കാണാവോ? ഇല്ല ഇല്ല ഇല്ല, ഇല്ലല്ലോ. ഓഡിയോന്റെ തൊട്ടപ്പുറത്തായിട്ടുണ്ടാവും വീഡിയോ. ഞാൻ അവിടെ തന്നെ തൊട്ടത്. അയ്യോ, പോയോ? ലീവ് ആയി പോയിന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ആള് രാജലക്ഷ്മി വരുന്നത് വരെ. ഇനി ആരാണ്? അശ്വതി. അശ്വതി. ട്രിവാൻഡ്രമാണ് സ്ഥലം. 2020-ലാണ് ഞാൻ BA ഡിഗ്രി കഴിഞ്ഞത്. ഇംഗ്ലീഷിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെ PG ചെയ്യാന്ന് വെച്ചു. അങ്ങനെയാണ് ലേൺ വൈസിൽ പറഞ്ഞോ കേൾക്കുന്നുണ്ട്. ഓക്കെ. അശ്വതി, എനിക്ക് തോന്നുന്നു രാജലക്ഷ്മി വന്നിട്ടുണ്ട്. രാജലക്ഷ്മിയുടെ അശ്വതിയുടെ വീഡിയോ നെറ്റ്വർക്ക് പോയി തോന്നുന്നു. പിന്നെ സീനിയർ ആണ്, നിങ്ങളെക്കാട്ടൊക്കെ ഒരുപാട് പ്രായമുള്ള ആളാണ്. അപ്പൊ ഒരു നമുക്കിവിടെ എല്ലാരും ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പും ഇവിടെ ഉണ്ട്. ഞാനാണിപ്പോ സീനിയർ. ഞാനപ്പോ എനിക്കൊരു ഇഷ്ടത്തിന് വേണ്ടിട്ട് PG ചെയ്യുന്നേ ഉള്ളൂ. കുറെ കാലമായിട്ട് മുടങ്ങി പോയതാണ്. ഫസ്റ്റ് ഇയർ ചെയ്തിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും തുടങ്ങുകയാണ് ഇപ്പൊ. അപ്പൊ ലേറ്റ് ആയി. എനിക്ക് കണക്ഷൻ കിട്ടിയിരുന്നില്ല. കണക്ഷൻ എന്താ എറർ വന്നിട്ട് കിട്ടിയിരുന്നില്ല. ഞാൻ കോഴിക്കോട് നാദാപുരം റിട്ടയർഡ് ടീച്ചറാണ്. ഇംഗ്ലീഷ് തന്നെയായിരുന്നു സബ്ജക്ട്? അല്ല, സബ്ജക്ട് ഇംഗ്ലീഷ് അല്ല. ഞാൻ BEd പക്ഷേ ഇംഗ്ലീഷ് ആയിരുന്നു. ഞാൻ BEdന്റെ 2 പ്രാവശ്യം BEd ചെയ്ത ആളാണ്. 2 സ്ഥലത്തായിട്ടാണ് ചെയ്തത് മാത്രം. അപ്പൊ BA ഇംഗ്ലീഷ് അല്ല, എക്കണോമിക്സ് ആയിരുന്നു മെയിൻ. അതാണ് പാഷൻ അല്ലെ? പാഷനിൽ വന്നിട്ടുള്ളതാണ്. അതെ അതെ അടിപൊളി. അതെ. ഓക്കെ, ഇനി അടുത്ത ആരാ? റജില, റെഡി ആയി നിൽക്കാണോ? ഞാനൊന്ന് ഡിസ്കണക്ട് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അന്നേരം കറണ്ട് ഇല്ലായിരുന്നു, ഇരുട്ടത്തായിരുന്നു. ഓക്കെ, അതാണ് മനസ്സിലാവാത്തത്. സോറി. ഇനി ആരാണ് പറയാത്ത? ആരാളുള്ളത്? അഞ്ജൂസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ, ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. മുനീറ, പർവീൻ, ഇവരൊക്കെ ബാക്കിയുണ്ട് അല്ലേ? റിയ, മുന്നോട്ട് വരൂ. സുഹൈല. ഓക്കെ. ഹായ്, ഞാൻ സുഹൈല. മലപ്പുറം ജില്ലയിലെ പാലപ്പെട്ടിയിലാണ് വീട്. 2022 ഡിഗ്രി പാസ് ഔട്ട് ആയതായിരുന്നു. BA ലിറ്ററേച്ചർ ആയിരുന്നു. ചെറിയൊരു ഉണ്ണിയുള്ളതുകൊണ്ട് ഇത്രയും ബ്രേക്ക് എടുത്തു MA ചെയ്യാൻ. സുഹൈൽ അബ്രോഡ് ആണോ ഇപ്പോൾ ഉള്ളത്?
അല്ലല്ല, അവിടെ എന്തൊരു ഇവിടെ വെളിച്ചം, സൺലൈറ്റ് പോലെ. എനിക്ക് മാത്രമാണോ? ഒരു വെളിച്ചം കൂടുതലല്ലേ? സൺലൈറ്റ്. അല്ല, അത് ഞാനും അങ്ങനെ എനിക്ക് വിചാരിച്ചത്. ആ ബോർഡും ഒക്കെ കണ്ടപ്പോ അബ്രോഡാന്നാ ഞാനും വിചാരിച്ചത്. സോറി, എനിക്കൊരു ഷോപ്പ് ഉണ്ട്, കിഡ്സ് വെയറിന്റെ ഷോപ്പ് ആഹാ. ഉണ്ട്. അപ്പോ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ വിചാരിച്ച ആ വെയിലടിക്കുന്നതായിരിക്കും മുഖത്തേക്കെന്ന് ഞാൻ അതെ വിചാരിച്ചേ. അതെ അതെ, അങ്ങനെ തോന്നുന്നു കാണുമ്പോ. ഇപ്പൊ ഓക്കെ, ഷോപ്പിലാണല്ലോ, അപ്പൊ ബിസിനസ് വുമൺ കൂടെയാണ്. അങ്ങനെയും പറയാം. ഓക്കെ, ആയിക്കോട്ടെ, ശരി. ശരി, അപ്പൊ താങ്ക് യു. ഇനി ആരാ, നെക്സ്റ്റ് ആരാ? ഹലോ, എൻ്റെ പേര് റിയ. ഞാനിപ്പോ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട്, അപ്പൊ ഞാൻ PG ചെയ്യാന്ന് വിചാരിച്ചു. റിയ എവിടുന്നാ വരുന്നത്? പോയാ? ഞാന് പള്ളിപ്പുറം, പാലക്കാട്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ആരാണ്? മുനീറ. മുനീറ പറഞ്ഞില്ലല്ലോ. മുനീറ. എന്റെ പേര് മുനീറ പർവീൻ. ആ കേക്കാവോ? കേക്കാം കേക്കാം കേക്കാം. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ BA ഇംഗ്ലീഷ് കഴിഞ്ഞതേ ഉള്ളൂ. MA പഠിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇഗ്നോയിൽ ചേർന്നത്. ഓക്കെ, താങ്ക് യു മുനീറ. താങ്ക് യു. ഇനി ആരാ ഉള്ളത്? സാംസങ് പേര് നേരത്തെ മാറ്റിയിരുന്നല്ലോ. ഇവിടെ ഇനി ആരെങ്കിലും ഉണ്ട്? സാംസങ് SM ആരാണ്? സാംസങ് പറഞ്ഞിട്ടില്ല അല്ലെ? സാംസങ് SM ആരാ? എന്തായിരുന്നു പേര്? പ്രഷീദയോ എന്തോ ആണല്ലേ? കേൾക്കാമോ പ്രഷീദ? ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ പരിചയപ്പെടാൻ ബാക്കിയുള്ളവര്? രാധിക പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടായിരുന്നു. പരിചയപ്പെട്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇനി ആരും ഇല്ല, കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഗെയിമിലേക്ക് മൂവ് ചെയ്യാം അല്ലെ? അതെ അല്ലേ, നമുക്കൊരു നമ്മുടെ ലാസ്റ്റ് ഗെയിമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരിക്കുക. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ നല്ല ഉഷാറായിട്ടിരിക്കുക എല്ലാവരും. കാരണം നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൂട്ടാനുള്ള ഒരു ഗെയിം കൂടെയാണ്. ഓക്കെ ഓക്കെ ആണോ? എല്ലാവരും റെഡി ആണോ? റെഡി ആണോ? ആരെങ്കിലും ഒക്കെ ഒന്ന് തംസപ്പ് ഒക്കെ ഇട്ട് കാണിച്ചാൽ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമിന്റെ ഒരു പേര് ഗ്രാബ് ആൻഡ് റൺ എന്നാണ് ഗെയിമിന്റെ പേര്. ഇതില് ഞങ്ങൾ കുറച്ച് ഓരോരോ തിങ്സിന്റെ ഫോട്ടോസ്, പിക്ചേഴ്സ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിന്ന് എവിടെയെങ്കിലും ഓടിപ്പോയി എടുത്തുകൊണ്ടുവന്ന് ക്യാമറയുടെ മുമ്പിൽ കാണിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്തിരിക്കുക. നമുക്ക് ഓഡിയോ കൊണ്ട് കാര്യമില്ല, ക്യാമറ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്തേ. ക്യാമറ ഓൺ ചെയ്യൂ പ്ലീസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ ഒരു പിന്നെ ഗെയിമിന്റെ എങ്ങനെയാന്നുള്ളത് പറഞ്ഞു. ഓരോരോ ഇമേജസ് ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസ് ആയിരിക്കും ഏതെങ്കിലും ഒരു കളറിൽ എന്നൊക്കെ ഉള്ള തരത്തില്. അപ്പൊ ആ ഒരു തിങ് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് ക്യാമറയുടെ മുമ്പിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ ബുക്ക്. ഓടിക്കോളൂ, ബുക്കാണ്. ഓക്കെ, മുനീറൊക്കെ കിട്ടി. കയ്യിൽ അടുത്തുണ്ടല്ലോ ബുക്ക്, പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. റജിലൊക്കെ കിട്ടി. ബുക്കൊക്കെ വെച്ചിട്ടായിരിക്കും. കിട്ടി. ഓക്കെ, കിട്ടാത്തവര് വേഗം പോയി എടുത്തിട്ട് വരൂ. അവര് പറയണ സാധനം കാണിച്ചു. എനിക്ക് കിട്ടിയതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ, അയ്യോ, ഓക്കെ ഓക്കെ, എല്ലാവർക്കും ആയോ? ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം അല്ലേ? കപ്പാണ് രണ്ടാമത്തത്.
ആ വെള്ളം കൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാരും. റെഡി ആയിട്ടിരിക്കുക അങ്ങനെ കാണിക്കാൻ. പറയാൻ താമസത്തില്ല എന്താ കപ്പ് എന്നൊക്കെ. ഹലോ എന്നാ കപ്പ്? അതെ അതെ, കപ്പ് കൊണ്ടുപോയി. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ആരുടെയോ ഫാന് കാണുന്നുണ്ട്. സുഹൈല. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. സുഹൈലക്ക് ഇതൊന്നും ഉണ്ടാവൂല അല്ലെ, ഷോപ്പിലാണല്ലോ ഇരിക്കുന്നത്. കപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ല, ഷോപ്പിലെല്ലാം ഉണ്ട്, കാരണം എന്റെ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത നോക്കാം. ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. ബട്ടൺ ഉള്ള എന്തെങ്കിലും. പോയി. ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒന്ന് സ്വന്തം ഒന്ന് നോക്കി നോക്കൂ, എന്തെങ്കിലും ഉണ്ടോന്ന്. ഷർട്ടൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടല്ലോ. ബട്ടൺ കറക്റ്റ്. ഓക്കെ, സുഹൈലൊക്കെ ഉണ്ട് ബട്ടൺ. ഷർട്ട് ഇട്ട് ബട്ടൺ ഉള്ള ഡ്രസ് ഇട്ടവരൊക്കെ രക്ഷപ്പെട്ടു അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ആയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഇനി അടുത്തതിന് റെഡി ആയിക്കോളൂ. സുനില എന്തോ കാണിക്കുന്നുണ്ട്. ബട്ടൺ എവിടെ? ഓക്കെ, ടോപ്പിലാണല്ലേ. ശരി ശരി, കുർത്തയിലുണ്ട്. ഓക്കെ ഫൈൻ. അടുത്തത് സ്പെക്സ്. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? സ്പെക്സ് ഇല്ലേ എല്ലാവർക്കും? ഉണ്ട് സ്റ്റെപ്സ്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, അടുത്തത് വുഡ് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും. വുഡ് കൊണ്ടുണ്ടാക്കിയ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം. എനിത്തിങ്. കട്ടിലൊക്കെ കാണിക്കുന്നുണ്ടോ? അയ്യോ, അതെന്താണ് സുരേന്ദ്രൻ? അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. റൈറ്റിംഗ് ബോർഡാണോ? റൈറ്റിംഗ് പാഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കട്ടിലൊക്കെ ഇങ്ങനെ ക്യാമറയിൽ കാണിച്ചു തരുന്നുണ്ട് അല്ലേ? കട്ടിലുണ്ട്, കട്ടിലിന്റെ അടുത്തായിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ടേബിള്. ഓക്കെ, ക്യാമറയിൽ എടുത്തോണ്ട് വരാൻ പറ്റാത്തവരൊക്കെ ടേബിൾ ഇങ്ങനെ കാട്ടി തരുന്നുണ്ടല്ലേ, ക്യാമറയിൽ കാണിച്ചു തരുന്നുണ്ട് അല്ലേ മാം? അതാ കണ്ട അലമാരൊക്കെയാണ് കാണിച്ചു തരുന്നത്. ആരോ അളമാരൊക്കെ കാണിച്ചു തരുന്നു തിരിച്ചു വെച്ചിട്ടൊക്കെ. അയ്യോ, ഫർണിച്ചർ മൊത്തം ഇതാ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതെല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ടാവും അല്ലേ? നമ്മളെ ചാർജറിന്റെ കേബിളാണത്. എല്ലാവരുടെ കയ്യിലുണ്ട്. അടുത്ത് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എല്ലാവരുടെയും. മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അതെ അതെ അതെ. സുനിലക്ക് കിട്ടിയിട്ടുണ്ട്. സുനിലന്റെ അടുത്ത് എല്ലാതും ഉണ്ടെന്ന് തോന്നുന്നു. ബാഗിൽ നിന്ന് എടുക്കുന്ന, ടേബിളിന്റെ മുകളിൽ നിന്ന് എടുക്കുന്ന പെട്ടെന്നാണ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടാ ഇരിക്കുന്നേ തോന്നുന്നുണ്ട്. പറയുന്ന കാണിക്കുന്നു, അപ്പൊ തന്നെ പൊക്കി കാണിക്കുകയാണല്ലേ. ആരോ പാത്രത്തില് തപ്പുന്നു. ഗ്രാബ് സംതിങ് റെഡ്. റെഡ് കളറിലുള്ള ഡ്രസ് കാണിച്ചിരിക്കുന്നു. അതാ സുനിലക്ക് കിട്ടിയിട്ടുണ്ട്. സുനിലക്ക് കിട്ടി. സുനിലക്ക് ഈ ഗെയിം എന്തോ ലീക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാരാ ഒരു ബോക്സോ ഒക്കെ ബാസ്കറ്റ് കാണിക്കുന്നുണ്ട്. സുരേന്ദ്രൻ ബുക്കിന്റെ സൈഡിൽ ഒരു റെഡ് ഉള്ളത് കൊണ്ട് അത് കാണിക്കുന്നു. അയ്യോ, അടിപൊളി. അതെന്താണ്? ഓക്കെ, ഒപ്പിച്ചു അല്ലേ? എന്തോന്ന് റെഡ് ഉള്ള ഒരു കവർ എന്തോ എടുത്ത് ഒപ്പിച്ചു. അതാണ് സ്പിരിറ്റ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. ബോട്ടിൽ. എനി വാട്ടർ ബോട്ടിൽ. അതാ അതെല്ലാവർക്കും പെട്ടെന്ന് കിട്ടില്ലേ? വാട്ടർ ബോട്ടിൽ അതുണ്ട്. സുനിലൊക്കെ എന്തെങ്കിലും ഇല്ലാത്തത് കാണിച്ചു.
ഓക്കെ സുരേന്ദ്രൻ, എല്ലാവർക്കും കിട്ടിയില്ലേ? വാട്ടർ ബോട്ടിലൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് അല്ലേ? അതെ. ഓക്കെ. അടുത്തത് sketch. അത് നമ്മള് ടീച്ചറുടെ കയ്യിലൊക്കെ, ടീച്ചേഴ്സിന്റെ കയ്യിൽ എന്തായാലും ഉണ്ടാവും എന്റെ അല്ലേ? കയ്യിലും ചെറിയ മക്കളൊക്കെ വീട്ടിലുള്ളവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും അത്. അല്ലാത്തവരുടെ കയ്യിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആ ഉണ്ട്. റെജിലൊക്കെ കിട്ടിയിട്ടുണ്ട്. സജന കിട്ടിയോ? ഓക്കെ. ഓടിപ്പോയിട്ട് വരൂ, കുട്ടികളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് വാ. ഇപ്പൊ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരൂ. ആ ഉണ്ടല്ലോ മുനീറ. അതെ, പിള്ളേരെ ഇതിലൊക്കെ തല്ലിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ വരും സ്കെച്ച് ആയിട്ട്. അതെ മുനീറ പിള്ളേർക്ക് തല്ലിട്ട് വേഗം തിരിച്ചു കൊടുത്തോളൂ കേട്ടോ. ഹൈലൈറ്റർ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. അതെ. സ്കെച്ച് ആണോ? സ്കെച്ച് ഉണ്ട്. ആ സ്കെച്ച് സ്കെച്ച്. അത് പേരാണല്ലോ. പേര് നോക്കുന്നുണ്ട്. തസ്ലീമയാണല്ലോ. പേന നമുക്ക് കള്ളക്കളി ഇല്ല. സ്കെച്ച് എന്ന് പറഞ്ഞ സ്കെച്ച്. പേനയല്ല. ഓക്കെ ശരി. ഓക്കെ ഫൈൻ. ഓക്കെ സുനില ഒപ്പിച്ചു അല്ലേ? സുനിലക്ക് കിട്ടി. മാർക്കറോ സ്കെച്ചോ എന്താന്ന് വെച്ചാൽ ഇത് എടുത്തോന്നൊക്കെ. എല്ലാതും ഉണ്ട് എന്റെ കയ്യില്, എല്ലാ കളേഴ്സിലും. ഞാൻ സ്കെച്ച് എടുക്കണ്ടെന്ന് വെച്ചപ്പോ മാർക്കർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഓക്കെ. അടുത്തത് ഗ്രാഫ് സംതിങ് ദാറ്റ് ആസ് ഷാർപ്പ്. അയ്യോ ഓർക്ക്. അയ്യോ കത്തിയൊക്കെ എടുത്തത് ആരൊക്കെ വരുന്നു? വേറെ എന്തെങ്കിലും? ഈ സുനിലേന്റെ ടേബിളിന്റെ അടുത്തൊക്കെ തന്നെ ഇങ്ങനെ തന്നെ ഈ ഫോർക്കൊക്കെ വന്നെന്നാ ഞാൻ ആലോചിക്കുന്നേ. സ്റ്റഡി ടേബിളിൽ ഇരുന്നിരുന്നു. അപ്പൊ പിന്നെ ലീക്ക് ചെയ്തിരുന്നോ? ലീക്ക് ചെയ്തിട്ട് സംശയം, കാരണം ഫോക്ക് വരെ അടുത്ത് വന്നതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. ഓക്കെ. അടുത്തത് ഇതില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവരുടെ കയ്യിലുണ്ട് ഇയർഫോൺ. ഓക്കെ ഊരി അതെല്ലാരും എടുത്ത് കാണിച്ച്. നിഖിൽ ഇയർഫോൺ ഇല്ല. കിട്ടിയില്ല. ഇയർഫോൺ ഇല്ല. ഓക്കെ. ഞങ്ങൾ പുസ്തക പുഴുക്കൾ അങ്ങനെ ഇയർഫോൺ ഒന്നും യൂസ് ചെയ്യാറില്ല അല്ലേ? കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങേപ്പുറത്തൊക്കെ ആളുള്ളത് കൊണ്ട് ഇത് വെക്കൽ നിർബന്ധമാണ്. ബാഗ്. പിന്നെ എല്ലാവരും ലേഡീസ് പ്ലീസ്. അതെ, ബാഗാണ്. നമുക്ക് തൽക്കാലം ഏത് ബാഗും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? രഹന ബാഗില്ലേ? ബാഗ് എവിടെ? എല്ലാവരുടെ കയ്യിലും നമ്മൾ ഉണ്ടാവുമെന്ന് വിചാരിച്ച സാധനമാണല്ലോ ഇല്ലാത്തത്. പേഴ്സൊക്കെ എടുത്ത് കാണിക്കുന്ന ഓരോരുത്തര്. ബാഗ്. പേഴ്സ് കാണിച്ചാൽ മതി, ലേഡീസ് ബാഗ് കാണിക്കണമെന്നൊന്നുമില്ല. ഓക്കെ. അപ്പൊ എല്ലാരും വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഒന്ന് എണീറ്റോടി. സീറ്റിൽ നിന്നൊക്കെ എണീറ്റോടിയില്ലേ? എല്ലാരും ഇരുന്നോടത്തുനിന്ന് എല്ലാരും വാമപ്പ് ആയില്ലേ എല്ലാരും? എല്ലാരും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തൊന്നല്ല ഇപ്പൊ ഇരിക്കുന്നതെന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. അതെ കുറെ പേര് അടുക്കളയിലൊക്കെയാണുള്ളത്. കത്തി എടുക്കാൻ ഓടിയവരും കുട്ടികളുടെ അടുത്ത് തല്ലിക്കൂടി സ്കെച്ച് വാങ്ങാൻ ഓടിയവരൊക്കെയാണല്ലേ? ഓക്കെ. അപ്പൊ ഇനി പരിചയപ്പെടാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ?
ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന് പരിചയപ്പെടാം. നമ്മള് സെഷന്റെ എൻഡിലേക്ക് പോവുകയാണ്. ആരെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാരും ആയോ? മേഘാമി എല്ലാരും പരിചയപ്പെട്ടോ? എല്ലാവരും പരിചയപ്പെട്ടു എന്ന് തോന്നുന്നു. നിഖിലിനെ ഓക്കെ. പരിചയപ്പെട്ടായിരുന്നോ? പരിചയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു സെഷൻ? ഫസ്റ്റത്തെ എല്ലാവരുടെയും നമ്മുടെ ഒരു സേ ഹലോ ടു എന്ന് പറയുന്ന ഫസ്റ്റ് സെഷൻ, എല്ലാവരും തമ്മിൽ പരിചയപ്പെടാൻ മിങ്കിൾ ചെയ്യാനുള്ള ഒരു സെഷൻ ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? Excellent. നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനൊക്കെ കാണാൻ പറ്റിയല്ലോ. നമ്മൾ വെർച്വൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാതെ കാണുന്നില്ലല്ലോ. പിന്നെ എവിടെന്നെങ്കിലൊക്കെ വഴിയിലൊക്കെ വെച്ച് ഇവർ ആരെങ്കിലും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ലേൺ വൈസിലെ മീറ്റിങ്ങിന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് വേണേ കൈയൊക്കെ ഒന്ന് കൊടുക്കാം. ഫീഡ്ബാക്ക് ഒന്നും പറയാനില്ലേ? ഉഷാറാണ്, പ്രോഗ്രാം ഉഷാറായിരുന്നു. അടിപൊളി. പറഞ്ഞു, ഫസ്റ്റേ പറഞ്ഞു. അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ നന്നായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. നന്നായിരുന്നു. ഓക്കെ, നന്നായിരുന്നു. നല്ല പരിപാടി. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പൊ ഫൈനലി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒരു ടാസ്ക് നിങ്ങൾക്ക് ഡേ ഫസ്റ്റിന്റെ ഒരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു സെൽഫ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ അതൊരു നോട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അതൊന്ന് ജസ്റ്റ് ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മെന്റർക്ക് ജയ്ഷ മാം അല്ലെ മെന്റർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. ഓക്കെ, അപ്പോൾ വെൽക്കം മീറ്റ് ആണ്. നമ്മൾ ഇന്ന് വെൽക്കം മീറ്റിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ വരേണ്ടത് നെയിം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, സ്ട്രെങ്ത്, ഹോബീസ് ആൻഡ് ജോബ് ഉള്ളവരാണെങ്കിൽ ജോബ് ഷെയർ ചെയ്ത് തരും. നിങ്ങളുടെ മാം ജയ്ഷ മാം ഇത് ഷെയർ ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ അത് ഒന്നുകിൽ നിങ്ങളുടെ വാട്സാപ്പിൽ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താന്ന് കൊടുക്കുക, കംപ്ലീറ്റഡ് +2 അല്ലെങ്കിൽ കംപ്ലീറ്റഡ്, നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞവരും ഉണ്ട്, MA 1 കഴിഞ്ഞവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒന്നുകൂടെ ഒന്ന് എഴുതിയിട്ട് നിങ്ങളുടെ മെന്റർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, ഹോബീസ് എന്താ, അതേപോലെ എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, അപ്പൊ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. നല്ല രീതിയിൽ ഈ ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ്. എങ്ങനെ? ജയ്ഷ മാമിനെ പരിചയപ്പെടുത്തിയില്ല. മേഘ മാമിനെ അറിയാം, നേരത്തെ ജയ്ഷ മാം ഒന്നും മിണ്ടിയില്ല. ജയ്ഷ മാമിനെ നിങ്ങൾക്ക് ഇനി കമ്മിങ് സെഷൻസിൽ കാണാം കേട്ടോ. എവിടെ ജയ്ഷ മാം? ഹലോ, എല്ലാരും നല്ല അടിപൊളിയായിട്ട് പങ്കെടുത്തു. ഗെയിംസ് ഒക്കെ നന്നായിട്ട് ചെയ്തു, എനർജറ്റിക് ആയിട്ട് ചെയ്തു. പിന്നെ ക്യാമറ എല്ലാവർക്കും ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് ആയിരിക്കാം. എന്നാലും ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം കാണാൻ നല്ല ഭംഗിയായിരുന്നേനെ നമ്മുടെ സ്ക്രീനിൽ. അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പങ്കെടുത്തു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി ഇതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്മാർട്ടായിട്ട് നമുക്കൊരു ഇയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.